ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8130906237. വ്യത്യസ്തനായ ഒരു അധ്യാപകൻ കഥ തുടരുന്നു. ശിവരാമൻ തൻ്റെ ജീവിതത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം അയവിറക്കുകയാണ്. ഒരു വിദ്യാർത്ഥി സീരിയലിൽ കണ്ട അതേ പ്രകാരത്തിലുള്ള ഒരു രീതി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു സംഭവമാണ് അത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അന്ന് അത്ര പ്രചാരത്തിൽ ആയിരുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലും അത് ഇന്നത്തേതുപോലെയുള്ള സ്വാധീനം ചെലുത്തിയിരുന്നില്ല. അങ്ങനെയുള്ള ആ കാലത്ത് ഒരു പ്രശസ്ത TV ചാനലിൽ വന്ന ഒരു സീരിയൽ വഴിവിളക്ക് എന്ന സീരിയലിൽ ബാബു നമ്പൂതിരി കാരണവർ ആയും അദ്ദേഹത്തിൻ്റെ 5 പെൺമക്കളും താഴെയുള്ള ഒരു ആൺതരിയും അടങ്ങുന്ന ആ കുടുംബത്തിൻ്റെ ദുരിത അനുഭവങ്ങൾ പറയുന്ന കഥയാണ് വഴിവിളക്കുകൾ. അങ്ങനെയുള്ളതായിട്ടുള്ള ആ സീരിയലിൽ ആൺതരി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു കുടുംബത്തിലെ ദാരിദ്ര്യം എന്നെ വല്ലാതെ അലട്ടുന്നു. എനിക്ക് മുന്നോട്ടുള്ളതായിട്ടുള്ള ഒരു വഴിയും തുറന്ന് കിട്ടുന്നില്ല. നല്ല നിലയിലുള്ള ഒരു ജീവിതം എനിക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയുകയില്ല എന്ന് വിചാരിച്ച് സ്വയം ആത്മഹത്യക്ക് തയ്യാറാവുകയാണ് ആ വിദ്യാർത്ഥി ആയ കഥാപാത്രം ചെയ്യുന്നത്. ആ ഒരു സംഭവം തന്നെയാണ് ശിവരാമൻ്റെ ഒരു വിദ്യാർത്ഥി തൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനായി ശ്രമിച്ചത്. ആ വിദ്യാർത്ഥി അതേപോലെ തന്നെ ഒരു ആത്മഹത്യക്ക് തയ്യാറാവുകയും ദൈവകാരുണ്യം കൊണ്ട് ആ വിദ്യാർത്ഥി മരിക്കാതെ രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. വളരെ ബുദ്ധിമുട്ട് ഇല്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായ ആ വിദ്യാർത്ഥി മാർക്ക് കുറയും എന്നുള്ള ഒരു പേടി മൂലമാണ് ഇത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. 20 വർഷം മുമ്പ് നടന്ന ഈ ഒരു സംഭവം ഇത് സ്വതസിദ്ധമായി നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സ്വാധീനം ഇന്ന് വിദ്യാർത്ഥികളിൽ അന്നത്തേതിനേക്കാൾ 10 മടങ്ങ് കൂടുതലാണ്. അവരുടെ പഠന രീതിയെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ പണ്ട് കാലങ്ങളിൽ ആണെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ബുദ്ധിയിൽ ശേഖരിച്ച ശേഷം അത് ഉപയോഗിച്ച്
ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത് സ്കൂളിൽ നിന്നും കൂടാതെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ അവർ മൊബൈലിൽ ശേഖരിക്കുകയും അങ്ങനെ ബുദ്ധിയിൽ ശൂന്യത പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ ശൂന്യതയിൽ വിദ്യാർത്ഥികളെ ആവശ്യമുള്ളതായിട്ടുള്ള രാഷ്ട്രീയക്കാർ, സിനിമക്കാർ, കളിക്കാർ, കോമാളിത്തങ്ങൾ കാണിക്കുന്നവർ എല്ലാവരും അവരുടെ തലയിലേക്ക് അവരുടേതായിട്ടുള്ള വിവരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഫലമായി വിദ്യാർത്ഥികൾ അവരുടെ വിവരങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വാഭാവികം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. തുടരും.